നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മെയ് 27 നടന്ന റെയ്ഡിൽ ഒരു ഐഫോണിന് പുറമെ ചുവന്ന കവറുള്ള ഡയറി, കേസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന A4 ലൂസ് ഷീറ്റുകളും അന്വേഷണ സംഘം കണ്ടെത്തി എന്നതടക്കമുള്ള നിർണായക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനയിൽ ഈ ഡയറിയിലെ വിവരങ്ങൾ നിർണായകമാണ് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഉള്ളത്. അന്വേഷണ സംഘം ഇത് കണ്ടെത്തിയിരിക്കുന്നു. പിടിച്ചെടുത്ത ഐഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൽ നിന്ന് സേവന കരാറുകളെക്കുറിച്ചും ഇമെയിൽ ഇടപാടുകളെക്കുറിച്ചുമുള്ള വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടി. യഥാർത്ഥത്തിൽ നൽകാത്ത സേവനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ വ്യാജ കരാറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫോണിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചന. പണമിടപാടുകൾ മാത്രമായിരുന്നു ഇമെയിൽ സന്ദേശങ്ങളുടെ ഉള്ളടക്കമെന്നും യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നിട്ടില്ല എന്നുമാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമായതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പണം എത്തിയതിനെക്കുറിച്ചും അത് ചിലവഴിച്ചതിനെക്കുറിച്ചുമുള്ള കൃത്യമായ രേഖകൾ ഡയറിയിലുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഐഫോണിലെ ഡിജിറ്റൽ തെളിവുകളും ഡയറിയിലെ വിവരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. BJP നേതാവ് ഷോൺ ജോർജ് ഇപ്പോൾ പുറത്തു വന്ന പുതിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ശശിധരൻ കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടിയെന്ന് ഷോൺ ജോർജ്. യഥാർത്ഥ രേഖ കൊടുത്താലും പിണറായി വിജയൻ ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന് പറയും. സ്വയം രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെന്ന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അവർ തയ്യാറാകണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. പിണറായി വിജയനാണ് പ്രതിയെന്ന് ആദ്യമേ പറഞ്ഞതാണ്. എന്നാൽ അന്ന് അവരതിനെ പ്രതിരോധിച്ചത് ഇടപാട് 2 കമ്പനികൾ തമ്മിലുള്ളതാണ് എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. പൊതുമേഖലാ കമ്പനിയിൽ നിന്ന് ഒരു നേതാവിൻ്റെ മകൾ പണം കൈപ്പറ്റിയെങ്കിൽ അത് എന്തിനു വേണ്ടി എന്ന അന്വേഷണം നടക്കണം. ശക്തമായ ഡിജിറ്റൽ തെളിവുകളുണ്ട്. പിണറായി വിജയനാണ് പ്രതിയെന്ന് ഇനിയെങ്കിലും അംഗീകരിക്കാൻ CPM തയ്യാറാകണം. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റാനുള്ള ധാർമ്മികത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഘടകകക്ഷികളും കാണിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. സ്ഥാനത്ത് തുടരരുത്. പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാകണം. അദ്ദേഹം പ്രതിയാണെന്ന് വ്യക്തമായതോടെ ഇനിയും സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിനാകില്ല എന്നും ഷോൺ ജോർജിന്റെ വെല്ലുവിളി. അതേസമയം പുതിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ EDയുടെ അന്വേഷണം മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ സമൻസ് അയക്കാനുള്ള നീക്കങ്ങളൊക്കെ അണിയറയിൽ ശക്തമാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കർത്തയുടെ മൊഴി എന്ന രീതിയിൽ പുറത്തു വന്ന വിവരങ്ങളും കൂട്ടി എന്താണ് ഇപ്പോൾ അങ്ങക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? അപ്പൊ ഒടുവിൽ നിവർത്തിയില്ലാതെ ശശിധരൻ കർത്ത നിലവിളിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിരിക്കുക. പിടിച്ചു നിർത്താൻ വേണ്ടി പരമാവധി നോക്കി അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, വെപ്രാളം പിടിച്ചുകൊണ്ട് പോകുന്നു, ഈ കേസ് പരിഗണിക്കരുതെന്ന് പറഞ്ഞു. ഈ നെഞ്ചത്തടി മുഴുവനും പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങേരുടെ പേരെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ഭാവിക്ക് തൻ്റെ കുടുംബത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി ആ മനുഷ്യനെ ബാധിച്ചിരുന്നു. സ്വാഭാവികം. കാരണം ആരാണ്? പിണറായി വിജയനാണ്. ഒന്നിനും മടിക്കാത്ത ആളാണ്. ഹിറ്റ്ലർ ആണ്. അപ്പോൾ സ്റ്റാലിനേക്കാളും കൂടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് തൻ്റെ പ്രതിയോഗിയായിട്ട് വരുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഡിലമ്മയിലായിരുന്നു അദ്ദേഹം. നമ്മൾ പറയുന്ന ഒരു ക്യാച്ച് 22 സിറ്റുവേഷൻ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ശത്രുത, ഗജപക ഇതൊക്കെ ഉണ്ടാവും. പറയാതിരുന്നാലോ താൻ കുഴപ്പത്തില്ല. ഇങ്ങനെ എന്തിന് ഇത്രയും കൊടുത്തു എന്നതിനുള്ള ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്തായാലും പ്രതിക്കൂട്ടിലാവും. ഇത് അദ്ദേഹത്തിനെ പേടിച്ചാണേ ഞാൻ കൊടുത്തതെന്ന് ഇപ്പോൾ അവസാനം സംഭവിച്ചിരിക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആയതുകൊണ്ടാണ് ഞാൻ വീണ വിജയന് ഇത്രയും തുക പലതരത്തിൽ കൊടുത്തിരുന്നത്. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്പനി കൂടാതെ വേറെ കമ്പനിയിലും വീണ വിജയന് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അതെല്ലാം ഫ്രോഡ് രേഖകളായിരുന്നു.
എന്നതിന്റെ രേഖകൾ വിജയനിൽ നിന്ന് തന്നെ ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള തെളിവുകളും പിണറായി വിജയനെ കൊടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുക. വീണ വിജയൻ കാണിച്ചത് മുഴുവൻ ഫ്രോഡാണെന്ന് തെളിഞ്ഞു. ആ ഫ്രോഡ് മുഴുവൻ കാണിക്കേണ്ടി വന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അധികാര സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തിന് നഷ്ടം വരുത്തുന്ന തരത്തിൽ ഉള്ള ഇളവുകൾ ശശിധരൻ കർത്ത CMRLന്റെ മേധാവിക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമാണത്. ആ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇതിലെ പ്രധാന പ്രതിയായിട്ട് മാറും. ആ തരത്തിലൊരു പരിവർത്തനം ഉണ്ടാകും. അദ്ദേഹത്തിന് കേസിനെ നേരിടേണ്ടി വരും. അദ്ദേഹം പിടിച്ച് ജയിലിലിടുമോ എന്ന് അറിയില്ല. എന്തായാലും ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വരാൻ ഒരു മര്യാദയൊക്കെ കാണിക്കും. കാരണം ഇത്രയും സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിയമത്തിൽ പറയുന്നതിനപ്പുറമുള്ള ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെ ചോദ്യം ചെയ്യാതെ. അങ്ങനെ നമ്മളെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്തരം പരിഗണനകൾ ഇല്ലാതെ കണ്ട് കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയത്തിന് അങ്ങനെ ചില പരിഗണനകളുണ്ട്. നമുക്കൊന്നും കിട്ടാത്ത ചില പരിഗണനകൾ കിട്ടും, സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പൊ അതാണ് ഇതിനൊരു കാലതാമസം വരുന്നത്. ശശിധരൻ കർത്ത ഒടുവിൽ ഇത് സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. അത്തരം ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ ED വിജയിച്ചിരിക്കുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിരിക്കുന്നു. ആ ഉത്തരം പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു നിലയിലേക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് ED അദ്ദേഹത്തിനെ എത്തിച്ചു. എങ്ങനെ? നമ്മൾ കണ്ടതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ, കൊടുത്ത പണത്തിന്റെ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ കാര്യങ്ങൾ മുഴുവൻ വസ്തുതാപരമായിട്ട് തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതെന്തിനു പോയി? അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളും അവിടെ ഹാജരാക്കിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന ഡിജിറ്റലായിട്ടുള്ള കമ്പനിക്കുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ എക്സാലോജിക് കമ്പനിയിൽ നിന്ന് CMRLന് കിട്ടിയിട്ടില്ല എന്നുള്ളതും വെളിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ശശിധരൻ കർത്തയോ അദ്ദേഹത്തിന്റെ മക്കളോ പറഞ്ഞതാവണമെന്നില്ല, പറഞ്ഞതല്ല എന്നും പറഞ്ഞുകൂടാ. മറിച്ച് ആ കമ്പനിയുടെ തന്നെ സാങ്കേതിക വിഭാഗത്തിൽ, IT വിഭാഗത്തിൽ ഒക്കെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും അവരുടെ ഡിജിറ്റലായിട്ടുണ്ടായിരുന്ന തെളിവുകളിൽ നിന്നും, അതായത് അവരുടെ ഡേറ്റ, സോഫ്റ്റ്വെയർ ഡേറ്റ, അതിൽ നിന്നും കളക്ട് ചെയ്ത എവിഡൻസ് ആണ്. അപ്പൊ ഇങ്ങോട്ടൊരു സഹായവും കിട്ടാതെ അങ്ങോട്ട് ഇത്രയും കൊടുത്തിരിക്കുന്നു. അത് ടാക്സ് കൊടുത്തായിരിക്കുന്നത്, ടാക്സ് പിടിച്ച് വാങ്ങിച്ച് ഇൻകം ടാക്സും പോയിരിക്കും.